പ്രിയമുള്ളവരെ, ഒരു വർഷത്തിന് മുമ്പ് CIC-യുടെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് പത്രസമ്മേളനത്തിലൂടെ കരഞ്ഞതിന് ശേഷം മാളത്തിലൊളിച്ച ആതിർശ്ശേരിക്കാരൻ ഫൈസി വളരെയധികം ഊർജ്ജസ്വലനായി പുഞ്ചിരിയോടെ വന്നുകൊണ്ട് ചേളാരികളുടെ കയ്യിലുള്ള ആ സംഘടനയെ ശുദ്ധീകരിക്കണം എന്ന് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുകയാണ്. ശുദ്ധീകരിക്കൽ ആവശ്യമാണ് എന്ന്, ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥത്തിൽ വളരെ കഠായമായി തോന്നുന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. ഈ പറഞ്ഞത് ഒരു നിസ്സാരമായ പറച്ചിലാണ് എന്ന് അവർ മനസ്സിലാക്കരുത് എന്നാണ് നമുക്ക് ഉണർത്താനുള്ളത്. കാരണം അദ്ദേഹം നല്ല ഫോമിലാണ്. എവിടുന്നോ എനർജി സ്ട്രോങ് ആയ രീതിയിലാണ് അവതരണം കണ്ടിട്ട്. അപ്പോൾ മേൽഘടകത്തിൻ്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ആ അവതരണത്തിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെ സംഘടനയെ ശുദ്ധീകരിക്കാൻ യോഗ്യതയുള്ളത് ആർക്കാണ്, അധികാരമുള്ളത് എന്നതിനെക്കുറിച്ച് ആളുകളോട് ഇനി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് മറുപടിയായിട്ട് അതിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ബാത്റൂമും അതുപോലെ അവിടെയൊക്കെ വൃത്തിയാക്കാൻ, ശുദ്ധീകരിക്കാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു താൽക്കാലിക മറുപടിയാണ് എങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത മറുപടിയാണ് എന്നാണ് തോന്നുന്നത്. ഇവരെ കയ്യിലുള്ള ആ സംഘടനയെ അവർ പഴയകാല പേരിലാക്കിക്കൊണ്ട് അതിനെ വിളിക്കുന്നുണ്ട് എങ്കിലും അത് അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് പല തവണ നമ്മൾ തെളിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിൽ ചാടിക്കയറി മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് പരിഹരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ആതിർശ്ശേരിക്കാരനിക്ക് ഇതൊക്കെ പറയാനുള്ള പ്രചോദനം എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് അതിനെ നിയോഗിച്ച ആളുകൾ എന്ന് വെച്ചാൽ ഈ സംഘടനയുടെ അടിവേരായ ആളുകൾ എന്ന് പറയപ്പെടുന്ന അവരിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് തന്നെയാണ് ആ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലീഗ് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ആർജവം, ഒരു ശക്തി മാത്രമേ ഈ സംഘടനയ്ക്ക് ഇപ്പോഴുള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം ഇവർ സ്വന്തമായി ഒരു അണിയെ സൃഷ്ടിച്ചെടുക്കുവാനോ സ്വന്തമായുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനോ ശ്രമിച്ചില്ല. എല്ലാ നാട്ടിലും ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഉണ്ടാകും അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ. അതിലപ്പുറം അവർ സമയം വിനിയോഗിച്ചത് മുഴുവനും എതിർ സംഘടനയെ, അഥവാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്തൊരു ആദർശത്തിന് വേണ്ടി സമസ്തയെ സ്ഥാപിച്ചോ ആ സമസ്തയെ തകർക്കാൻ വേണ്ടി ആ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇവർ ഇക്കാലം അത്രയും പ്രവർത്തിച്ചത്. അല്ലാതെ സ്വന്തമായി കുറച്ച് അണികളെ സജ്ജീകരിക്കുന്ന വിഷയത്തിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കും കുറേ അണികളുണ്ട്, ഞങ്ങൾ വലിയ സംഘടനയാണ് എന്നൊക്കെ പറയുമെങ്കിലും അവരെ അണികൾ മൊത്തത്തിൽ 100-ൽ 2% മാത്രമേ ഉണ്ടാവൂ. ആ 2% കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കേരളീയ സാഹചര്യത്തിൽ പറ്റുമെന്ന് ബുദ്ധിയുള്ളവരാരും സമ്മതിക്കുകയില്ല. ആതിർശ്ശേരിക്കാരൻ പത്രസമ്മേളനത്തിൽ വാചാലനായി ഉന്നയിച്ച ആ ശുദ്ധീകരണ പ്രക്രിയ ഒരു യാഥാർത്ഥ്യമാണ്. അത് EK വിഭാഗത്തിൽ ലീഗ് നടത്താൻ പോകുന്ന മാറ്റിമറിക്കലുകളുടെയും പുനഃസംഘടനയുടെയും ഒരു അറിയിപ്പിൻ്റെ ദുസ്സൂചനയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുമ്പ് തന്നെ നമ്മുടെ പല പണ്ഡിതന്മാരും പറഞ്ഞിരുന്നു, അതിൻ്റെ വലിയ ചാണക്യൻ തോന്നുന്ന സമയത്ത് അത് പിരിച്ചുവിടും, പിരിച്ചുവിട്ടാൽ പിരിഞ്ഞു പോകാൻ മാത്രമേ അതിന് ആർജവമുള്ളൂ. പിന്നെ എല്ലാവരും ഉണ്ടാവില്ല, ആട്ടിപ്പയക്കുന്ന നേരത്ത് കുറച്ചും കൂടി ഇങ്ങനെ ഒന്നിങ്ങോട്ട് കയറി വരും. അങ്ങനെ വന്ന് കുറച്ചവിടെ നിന്ന് പോയടാന്ന് പറഞ്ഞ് ആട്ടിയാൽ പോകുന്ന ഒരവസ്ഥ മാത്രമേ അവർക്കുള്ളൂ എന്നത് തിരിച്ചറിയാതെ ഇരുന്നതാണ് വലിയ പ്രശ്നം. അഥവാ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇവരുടെ ഈ സംഘടനയെ പിരിച്ചുവിട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? സ്വന്തമായ ഒരു വിഭാഗം അണികളില്ല. ലീഗുകാരും അല്ലാത്തവരൊക്കെ ഞങ്ങളെ സംഘടനയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് പറയാ എന്ന അവകാശവാദം എന്നല്ലാതെ ലീഗുകാരല്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇവരെ അനുകൂലിക്കുന്നതായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല.
പിന്നെ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് മാർക്സിസ്റ്റുകാർ മദ്രസ കമ്മിറ്റിയിലുണ്ട്, ചിലയിടത്ത് പ്രസിഡന്റുമാർ മാർക്സിസ്റ്റുകാരാണ് എന്നുള്ളത്. അതൊക്കെ ഏത് മദ്രസയാണ്? മുമ്പ് കാലത്ത് ഒന്നിച്ചു പോയിരുന്ന, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ആരും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി ഇപ്പോഴും ക്ഷമിച്ചു കഴിയുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലുള്ള മദ്രസ. അതിൽ ചിലപ്പം കോൺഗ്രസ്സുകാരുണ്ടാവും, മാർക്സിസ്റ്റുകാരുണ്ടാവും, മറ്റു പലരും ഉണ്ടാവും എന്നല്ലാതെ നിങ്ങളുടെ സംഘടനയെ സംഘടനയായി സമസ്തയുടെ പാരമ്പര്യമുള്ളവരായി അംഗീകരിക്കുന്ന ലീഗുകാരല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇന്ന് നിലവിലില്ല എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഈ പണ്ഡിത സംഘടനയെ ലീഗ് പിരിച്ചുവിട്ടാൽ എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക? ഞങ്ങൾ വലിയ സംഘടനയാണ്, ഞങ്ങളെ പിരിച്ചുവിടാൻ പറ്റൂല എന്ന് പറയുന്നതിന് ഇവർക്ക് യാതൊരു അധികാരമില്ലല്ലോ. ഓരോ നാട്ടിലുള്ള മദ്രസകൾ ഞങ്ങളുടെ കീഴിലാണ് എന്നാണ് അവകാശവാദമായി പറയാറുള്ളത്. ഓരോ നാട്ടിലുള്ള മദ്രസകൾ ആ നാട്ടിലുള്ള ആളുകൾ സ്ഥാപിച്ചതാണ്. ആ ആളുകൾ തന്നെയാണ് ഈ ലീഗിൻ്റെ വോട്ട് ബാങ്ക്. എന്നുവെച്ചാൽ അവർക്ക് പ്രഥമമായിട്ട് ലീഗാണ്. അപ്പോൾ ലീഗിനെ ചാരാനും അവർക്ക് ഫത്വ കൊടുക്കാനും ഇങ്ങനൊരു പണ്ഡിത സംഘം കിട്ടിയപ്പോൾ ഞങ്ങൾ നിങ്ങളെയും കൂടി ആളായി എന്ന് പറഞ്ഞതാണ് അവർ. അല്ലാതെ അവർ ലീഗ് വിട്ടിട്ട് ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുന്നവർ 2% മാത്രമേ ഉണ്ടാകൂ. ആ 2% കൊണ്ട് ഏതെങ്കിലും വിദ്യാഭ്യാസ ബോർഡോ ഏതെങ്കിലും മദ്രസയോ പള്ളിയോ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ നാട്ടിലുമുള്ള മദ്രസയും സ്ഥാപനങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളെ സംഘടനയുടെ കീഴിലുള്ളതാണ് എന്ന് അവകാശപ്പെടുന്നത്. ആ സംഘടന പ്രാദേശികമായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ, നിങ്ങളിവിടെ ഒരു സംഭാവന ചെയ്തിട്ടില്ല, ഞങ്ങളുണ്ടാക്കിയ മദ്രസമ്മൽ നിങ്ങളൊരു വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു ബോർഡ് കൊടുന്ന് വെക്കുകയും പരീക്ഷാ ഇനത്തിലും കൈത്താങ്ങ് ഇനത്തിലുമൊക്കെ ആയിരങ്ങൾ കുട്ടികളിൽ പിഴിഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ തടിച്ചു കൊഴുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അതെല്ലാം നിർത്തിയിരിക്കുന്നു, ഇത് ഞങ്ങളും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നാൽ നിങ്ങൾ ആദ്യം ഒന്ന് പടവരി നോക്കുമെങ്കിലും വിജയിക്കാനുള്ള ഒരു കഴിവ് കേരളത്തിൽ ഒരു മദ്രസൻ്റെ ഏരിയയിലും ഒരു മഹലിലും നിങ്ങൾക്കുണ്ടാവില്ല. ഓരോ പ്രദേശത്തെയും ലീഗുകാരെ പിന്തുണയില്ലാതെ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ത് നടക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം നൽകാൻ വേണ്ടി ഒരു പരീക്ഷണമാണ് തെരഞ്ഞെടുപ്പിലൂടെ അവർ തുറന്നു തന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരോടൊക്കെ വലിയ ഭീഷണികളും മറ്റുമൊക്കെ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നായിരുന്നല്ലോ. എന്നാൽ ആ പാഠം ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചായിരുന്നു ഈ ലീഗുകാർ പ്രാദേശികമായി മുന്നോട്ട് നീങ്ങിയത്. അതിൻ്റെ ഫലം ശരിക്ക് കാണുകയും ചെയ്തു. ആരൊക്കെ ഇവരിൽപ്പെട്ട ആരെതിർത്താലും ശരി ഒരു ചുക്കും ഈ പാർട്ടിയെ ചെയ്യാൻ കഴിയില്ല. ഈ പാർട്ടിയെ പിന്നെയും വിറപ്പിക്കാൻ വേറെ ചിലർക്കാണ് കഴിയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പോട് കൂടെ മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല നാടുകളിലുള്ള മദ്രസ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വരാൻ യാതൊരു അധികാരവും നിങ്ങൾക്കുണ്ടാവുകയില്ല. കാരണം ലീഗ് പിരിച്ചുവിട്ടാൽ പിരിഞ്ഞു പോകാൻ പറ്റുന്ന ആളുകളാണ് അതിലുള്ള മഹാഭൂരിപക്ഷം അണികളും. 75%-ലേറെ ഇവരെ കൂടെ നിൽക്കാൻ മാത്രം എപ്പോഴും സജ്ജമായിട്ടുള്ളവരാണ്. വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ ചില സ്ഥലങ്ങളിൽ മാത്രം ഈ പറയപ്പെട്ടവരെ അനുസരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. മദ്രസകളുടെ എല്ലാം നിയന്ത്രണമുള്ളത് വിദ്യാഭ്യാസ ബോർഡിനാണ്. ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഴുവൻ അംഗങ്ങളും ട്രസ്റ്റും ലീഗ് പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. നമുക്കറിയാം, ലീഗ് എന്നാൽ സമസ്ത, സമസ്ത എന്നാൽ ലീഗ്. ഈ ഒരു ഫോർമുലയുമായി ആമഹസുമായി ഒപ്പിച്ചാൽ നടക്കുന്ന MT ഉസ്താദാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും എല്ലാ പരമാധികാരിയും. പ്രസിഡന്റ് ഹസറത്ത്, ഖജാൻജി ലീഗിൻ്റെ പ്രസിഡന്റ്. അങ്ങനെയാണ് ട്രസ്റ്റ് അംഗങ്ങളുടെയൊക്കെ വിവരമുള്ളത്. ഇവരാണ് തീരുമാനിച്ച് വിദ്യാഭ്യാസ ബോർഡ് പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ ഒന്നും പറയാനും ചെയ്യാനും ആർക്കും കഴിയില്ല. വിദ്യാഭ്യാസ ബോർഡ് അത് തന്നെയാണ്, നടക്കുന്നമായി നടക്കും, എല്ലാ പരിപാടിയും അങ്ങനെ തന്നെ. പക്ഷെ മേൽഘടകത്തിലുള്ള പ്രസിഡന്റോ അതുപോലുള്ള കുറച്ച് ആളുകൾക്കോ അതിൽ യാതൊരു പ്രാതിനിധ്യം ഉണ്ടാവില്ല. അവർ പിരിച്ചുവിടപ്പെടുകയോ പിരിഞ്ഞു പോകേണ്ട നിർബന്ധിതാവസ്ഥയിലെത്തുകയോ ചെയ്യും. വിദ്യാഭ്യാസ ബോർഡ് എവിടെ നിൽക്കുന്നു? കാരണം പണം കായ്ക്കുന്ന മരം അതാണ്. അത് കിട്ടിയാൽ അതിൻ്റെ പേരിൽ തന്നെയാണ് നാടുകളിലൊക്കെ ഈ സമസ്തക്ക് ആദർശമുണ്ട്, സമസ്തക്ക് പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്നത്. ആ മദ്രസ പ്രസ്ഥാനത്തിനെയും അതിൻ്റെ ബോഡിയെയും ശരിക്കും ലീഗ് വിഴുങ്ങിയിട്ട് കാലങ്ങൾ കുറേ ആയി. അപ്പം വിദ്യാഭ്യാസ ബോർഡ് തൊട്ട് കളിക്കാൻ ഞങ്ങൾ സമസ്തയാണെന്ന് പറഞ്ഞാണ്ട് പ്രസിഡന്റ് വന്നാലും മറ്റാര് വന്നാലും നടക്കില്ല. ഈ പറയപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായ പ്രസിഡന്റും സെക്രട്ടറിയും ലീഗ് പറയുന്നിടത്ത് നിൽക്കാതെ രക്ഷയില്ല.
പറഞ്ഞതനുസരിച്ചില്ല എങ്കിൽ നാട്ടികയുടെ പ്രശ്നം വരുമെന്ന് അവരൊക്കെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് അവരവരുടെ ഭാവി കളഞ്ഞിട്ട് ആദർശത്തിന് വേണ്ടി നിൽക്കുന്നില്ല, പാർട്ടിക്ക് വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് മൈനസ് സമസ്ത സമം എന്താണെന്ന് പരീക്ഷിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ചത്. ആ പരീക്ഷണത്തിൽ ലീഗിൻ്റെ വലയിൽ നിന്നും വിട്ടുപോകുന്ന ഒരു മഹല്ലും ഒരു മദ്രസയും ഒരു കമ്മിറ്റിയുമില്ല എന്ന് അവർ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതോടുകൂടെ ഇനി ഇവരുടേതായ അവകാശവാദത്തിന് ഒരു നിലയും വിലയും കൽപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് കമ്മിറ്റി പരസ്യമായിട്ടല്ലെങ്കിലും ഉള്ളിലൂടെ തീരുമാനമെടുത്തു. അതിൻ്റെ പ്രതിഫലനമാണ് പിന്നീട് ഇവരുമായുള്ള നയസമീപനങ്ങളിൽ ലീഗ് വെച്ച് പുലർത്തുന്നത്. പക്ഷേ ഇത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം പിന്നെ ചട്ടിയിൽ എന്നുള്ളത് പരീക്ഷിക്കുന്ന യന്ത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിലവർക്ക് ബോധ്യപ്പെട്ടു, ഇവരെങ്ങനെ തിരിഞ്ഞു കൊത്തിയാലും ഞങ്ങൾ വിചാരിച്ചെടുത്തേ നാട് നിൽക്കുള്ളൂ, മഹല്ല് നിൽക്കുകയുള്ളൂ എന്ന്. കൃഷി കൊയ്തെടുക്കുമ്പോൾ നിലത്ത് വീഴുന്ന കതിറുകളുടെ അത്രമാത്രം വോട്ട് മാത്രമേ ഇവർക്കുള്ളൂ എന്ന് ലീഗുകാർ തിരിച്ചറിയുകയും ചെയ്തു. വളരെ കുറഞ്ഞ വോട്ടുകളാണ് അവർക്കുള്ളതെന്നും അതും കൂടി നഷ്ടപ്പെടേണ്ട, നിലനിർത്താം എന്ന രീതിയിലാണ് ഇതുവരെയും ഒരു കോംപ്രമൈസിൻ്റെ രൂപത്തിൽ അവർ മുന്നോട്ട് പോയത്. മുറത്തിൽ കയറി കൊത്തിയാൽ പിന്നെ അതൊക്കെ വിടാൻ ലീഗ് തയ്യാറാകും. ഓരോ നാട്ടിലെയും മദ്രസ കമ്മിറ്റി നിങ്ങൾ ചിന്തിച്ചാൽ, ഇവരെ കീഴിലുള്ള മദ്രസ കമ്മിറ്റി ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി ആയിരിക്കും അത് നടത്തുന്നത്. അങ്ങനത്തെ ലീഗ് നിങ്ങൾ പോയിക്കോളിയും എന്ന് പറഞ്ഞാൽ പിന്നെയും അവിടെ കടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അബദ്ധധാരണയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സൂചനകൾ നമ്മുടെ ഈ ആദർശേരിക്കാരൻ്റെ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആദർശേരിക്കാരൻ്റെ പത്രസമ്മേളനത്തിന് മറുപത്രസമ്മേളനമായിട്ട് വേറെ ഒരു കൂട്ടർ ഔദ്യോഗിക EK ഗ്രൂപ്പിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ സമ്മേളനം നടത്താൻ വന്നു. ആ സമ്മേളനം നടത്തിയപ്പോൾ ഈ ഹക്കീം ഫൈസിയെക്കുറിച്ച് മഹാമോശമായിട്ട് അവതരിപ്പിക്കുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തു, CIC ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കിയെന്ന്. അയാളുടെ ഏകാധിപത്യത്തിന് വിട്ടുകൊടുത്തതാണോ ഈ CIC എന്ന് പറഞ്ഞത്? ഒരിക്കലും അല്ലല്ലോ. അതിനൊരു പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സെക്രട്ടറി ഇങ്ങനെ ഇത്രമാത്രം ആ കമ്മിറ്റിയെ ദുർബലമാക്കുകയും ഇവരുടെ സംഘടനയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള വ്യവസ്ഥകൾക്ക് അടിമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെപ്പോലെ ഉത്തരവാദിയാണല്ലോ അതിൻ്റെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് അതിൻ്റെ പ്രസിഡൻ്റായി കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ പറയുന്ന സംഘടനയുടെ ഔദ്യോഗിക കീഴ്ഘടകങ്ങളുടെയൊക്കെ മെയിൻ സ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ട്രഷറർ, SYSൻ്റെ പ്രസിഡന്റ്, അതെങ്ങനെ നിൽക്കും? അതിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവം ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതിനൊന്നും ആലോകർ വിശ്വാസം നൽകുകയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. മകനുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കുന്തം ചരിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറ്റില്ല എന്നാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമർ ഫൈസി വീണ്ടും വീണ്ടും തീർത്ത് പറഞ്ഞത്. CICയുടെ പ്രസിഡന്റിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ കുന്തം ചരിച്ചു വെക്കുകയാണ്. സെക്രട്ടറിക്ക് ഒരുപാട് ന്യൂനത. കാരണം എന്താണ്? സെക്രട്ടറിൻ്റെ സ്വന്തം പ്രശ്നങ്ങളോ വ്യക്തി വിദ്വേഷങ്ങളോ മാത്രമല്ല പറയുന്നത്. അദ്ദേഹം CICയിൽ ആവിഷ്കരിച്ചതായ പരിഷ്കരണങ്ങൾ അത് സെക്രട്ടറിക്ക് മാത്രം തള്ളിയിട്ട് പ്രസിഡന്റിന് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ ഒരാളെ മാത്രം പ്രതിയാക്കുന്ന വിരോധാഭാസമാണ് ഈ നേതാക്കന്മാർ നടത്തുന്നത്. സെക്രട്ടറിക്ക് ബാധകമാകുന്നതിലേറെ ബാധകമാണ് പ്രസിഡന്റിന് ബാധകമാകുക. ആ പ്രസിഡന്റിനെ കുറിച്ച് ചൊറിയാനോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഇവരുടെ ആളാണെങ്കിൽ, പ്രസിഡന്റ് ഇവർ പറഞ്ഞ് കേൾക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയല്ലോ ഇതൊന്നും മാറ്റണമെന്ന്. അത് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. പറഞ്ഞാൽ എവിടെ എത്തുന്നുള്ളവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്വന്തം സ്വാതന്ത്ര്യമുള്ളവരാണ്, ഞങ്ങളിൽ പലരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് എന്ന് ചൊറുക്കിന് പറയുക എന്നല്ലാതെ ലീഗ് പിരിഞ്ഞു പോയടാ എന്ന് പറഞ്ഞാൽ ഉടൻ സ്ഥലം വിടാനുള്ള യോഗ്യതയും കപ്പാസിറ്റിയും മാത്രമേ ഈ പറയപ്പെട്ട EK വിഭാഗത്തിന് ഇന്നുള്ളൂ എന്നുള്ള വസ്തുത അവർ ഉൾക്കൊള്ളാതെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് 4 ആളുകളെ സ്വന്തം സംഘടിപ്പിച്ചുകൊണ്ട് വിട്ടുപോകാൻ പറയുന്ന സമയത്ത് 4 പേരെയെങ്കിലും കൂടെ കൂട്ടി വിട്ടുപോകാനുള്ള ഒരു അംഗസംഖ്യ നേടിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ ഞങ്ങളാ കമ്മിറ്റിയിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 1989 പ്രശ്നങ്ങളുണ്ടായപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ്
ഉള്ളാൾ തങ്ങളായിരുന്നു. ഉള്ളാൾ തങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവർ കമ്മിറ്റി മുഴുവനും സ്വന്തമാക്കി. ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൽ ഞങ്ങളാളുണ്ട്, ഞങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ല, അതിനൊക്കെ എന്നോ തൂത്തെറിയും അവർ. അപ്പോൾ ലീഗ് പറയുന്നത് പോലെ കേട്ട് ഇതുവരെ നിന്നതുപോലെ നിൽക്കുക. പ്രത്യേകമായൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി പറയാറുണ്ടല്ലോ, ആ ബന്ധത്തിൽ നിൽക്കുക. പിന്നെ അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കുക. പ്രതിഷേധിച്ച് സ്വന്തം അസ്തിത്വം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം വേണം. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ പണിയെടുത്തില്ല. ആയ കാലഘട്ടത്തിൽ അതിനു വേണ്ടിയായിരുന്നു നിങ്ങൾ അധ്വാനം വിനിയോഗിക്കേണ്ടിയിരുന്നത്. അന്നേരത്ത് വിമർശനത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ ഊർജം മുഴുവൻ ചെലവഴിച്ച് തുലച്ചു. ഓഫീസ് സെക്രട്ടറി നമുക്കുണ്ട്, അതുകൊണ്ട് കമ്മിറ്റി മുഴുവൻ നമ്മളെ കീഴിൽ തന്നെയാണ് എന്ന് പറയെങ്കിൽ ആ ഓഫീസ് സെക്രട്ടറിനെ ഒരു സെക്കൻഡ് കൊണ്ട് പിരിച്ചിടാൻ കഴിയും. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റിനെ ഒരു സെക്കൻഡ് കൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞെങ്കിൽ ഓഫീസ് സെക്രട്ടറിനോട് വേഗം പൂട്ടിപ്പോയിക്കോ എന്ന്, അല്ലെങ്കിൽ പെരീക്ക് അടുത്ത ബസ്സിന് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ മുഴുവൻ കയ്യിലാണ്. പിന്നെ അതൊക്കെ ബാധിക്കുന്ന നാടുകളിൽ ഈ പറയപ്പെട്ട പണ്ഡിത സംഘടന ഒരു മദ്രസ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, നാട്ടുകാരുണ്ടാക്കി കൊടുത്തത്. ഇവരെ കീഴിലുള്ള മദ്രസകൾ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ മദ്രസൊക്കെ ലീഗ് കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. പഴയതായ മദ്രസകൾ എല്ലാവരും കൂടി ഉള്ളതാണ്. അത് കൂട്ടവകാശമായി നിലനിൽക്കുന്നതാണ്. അതൊരു വിഭാഗം അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ടത് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൂ. മറിച്ച് നിങ്ങൾ ചെയ്ത സേവനം അവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചു, അതും ആ മദ്രസ കമ്മിറ്റിയുടെ ചിലവ് തന്നെയാണ്. അവർക്കൊരു അംഗീകരണ നമ്പർ കൊടുത്തു. ഓരോ പരീക്ഷയ്ക്കും 10 റുപ്യൻ്റെ പേപ്പറിന് 100 റുപ്യ വാങ്ങിയിട്ടുള്ള കൊള്ളലാഭം വാങ്ങി, അതിൻ്റെ ഇടയ്ക്ക് കൈത്താങ്ങും വാങ്ങി ഇങ്ങനെ തടിച്ചു കൊഴുത്തു എന്നല്ലാതെ നാട്ടിലെ ലീഗുകാരുടെയും അതുപോലെ പഴയ കാലത്ത് എല്ലാവരുടെയും അവകാശപ്പെട്ടതായ എല്ലാവരുടെയും സന്താനങ്ങൾ പഠിക്കുന്ന അവരുടേതായ സാമ്പത്തിക ശേഷിയിൽ നിന്നും ചൂഷണം ചെയ്തിട്ട് കുറേ തടിച്ചു കൊഴുത്തു, കുറേ വിദ്യാഭ്യാസ ബോർഡിൽ കുന്നുകൂട്ടി എന്നല്ലാതെ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ഓരോ നാട്ടിലും മദ്രസകൾക്ക് പ്രത്യേകം ചെയ്തു എന്ന് പറയാനൊന്നുമില്ല. നിങ്ങൾ മുഫത്തിഷനയക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള സഹായങ്ങൾ അവിടുന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിനും 1 റുപ്യക്ക് 10 റുപ്യയിലേറെയായി നിങ്ങൾ പലിശ സഹിതം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ അതുണ്ട് ഇവിടെ അതുണ്ട് എന്ന് പറയാനൊന്നുമില്ല. ലീഗ് പിരിച്ചുവിട്ടാൽ പിരിഞ്ഞു പോകേണ്ടി വരും. ആ ദുസ്സൂചനയാണ് ആദിർശ്ശേരി ഫൈസിയുടെ വളരെയധികം ആവേശത്തോടു കൂടെയുള്ള പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. ഇത് തിരിച്ചറിഞ്ഞ് നീങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചു കാലെങ്കിലും ആയുസ്സോടുകൂടെ നിലനിൽക്കുക, അല്ലെങ്കിൽ പിന്നെ രക്ഷയൊന്നുമില്ല. ആ പഴയ രീതിയിൽ പറഞ്ഞിടത്ത് ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞ രീതിയിൽ നമ്മൾ പ്രത്യേക ബന്ധമാണ്, യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പാവുന്ന രീതിയിൽ നീങ്ങിയാൽ നിങ്ങൾക്കും നന്നാകും. പക്ഷേ അത് സമുദായത്തിന് ഭീഷണിയാണ്, മോശമാണ് എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ചിന്തിക്കേണ്ടവർ വളരെ കാലങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുകയും നാടുകളിൽ അതിൻ്റേതായ പ്രതിധ്വനികളും അതിൻ്റേതായ മാറ്റങ്ങളും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിനോട് സമരസപ്പെട്ടു പോകാൻ കഴിയാതെ ഇപ്പോഴും മത്സരബുദ്ധിയോടെ നീങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഫത്ഹാവുന്നതോടുകൂടെ ജനങ്ങളെല്ലാം ആ സത്യത്തിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരും. നിങ്ങൾ കുറച്ച് തുള്ളുന്ന ആളുകൾ ആ പാർട്ടിൻ്റെ ഒപ്പം തുള്ളുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.